ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Receipt and payment accounts includes all cash receipt and all cash payment. All cash receipts are debited and all cash payments are credited, and it is similar to a cash book, and it is prepared at the end of an accounting year by a not-for-profit organization. All cash transaction, it begins with opening cash balance and ends with closing cash balance. Receipt and payment account in the format ആണ് നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. റെസിപ്റ്റ് പേയ്മെൻറ്റ്, റെസിപ്റ്റ് കോളം ഉണ്ടാവും, എമൗണ്ട് കോളം ഉണ്ടാവും, പേയ്മെൻറ്റ് കോളം ഉണ്ടാവും, എമൗണ്ട് കോളം ഉണ്ടാവും. കറണ്ട് ഇയർ റെസിപ്റ്റും പ്രീവിയസ് ഇയർ റെസിപ്റ്റും സക്സീഡിങ് ഇയർ റെസിപ്റ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്യാപിറ്റൽ നേച്ചറായിട്ടും റവന്യൂ നേച്ചറായിട്ടും റെക്കോർഡ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും നോൺ ക്യാഷ് ഐറ്റംസും റെക്കോർഡ് ചെയ്യില്ല. Format of receipt and payment account. Receipt and payment account for the year ending. ഏത് വർഷമാണോ ക്വസ്റ്റ്യനിൽ തന്നത് ആ വർഷം. ഡെബിറ്റ്, ക്രെഡിറ്റ്, റെസിപ്റ്റ്, എമൗണ്ട്, പേയ്മെൻറ്റ്, എമൗണ്ട്. ബാലൻസ് ബ്രോ ഡൗൺ, ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എഴുതുക. തന്നിട്ടുള്ള എമൗണ്ടുകൾ എഴുതുക. അപ്പം നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ അത് എഴുതണ്ട, ക്യാഷെന്ന് മാത്രം എഴുതുക. എന്നിട്ട് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതുക. സബ്സ്ക്രിപ്ഷൻ ഒരു റെസിപ്റ്റാണ്. അത് പ്രീവിയസ് ഇയറിലുള്ളതുണ്ടാകാം, കറണ്ട് ഇയറിലുള്ളതുണ്ടാകാം, നെക്സ്റ്റ് ഇയറിലുള്ളതും ഉണ്ടാകാം. അത് മൂന്നും ടോട്ടൽ എഴുതിയിട്ട് എമൗണ്ട് ഔട്ടർ കോളത്തിൽ, എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. ഡൊണേഷൻ, ലോക്കൽ റെൻറ്റ്, ഇത്തരത്തിലുള്ള റെസിപ്റ്റുകളൊക്കെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, വിറ്റിട്ട് നമുക്ക് പൈസ ലഭിക്കുന്ന എമൗണ്ടുകളൊക്കെ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. അത് റെസിപ്റ്റ് സൈഡിൽ വരും. ദെൻ പേയ്മെൻറ്റ്സ്, എല്ലാ എക്സ്പെൻസുകളും പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇതൊക്കെ ക്രെഡിറ്റ് ചെയ്യണം. അത് പേയ്മെൻറ്റ് സൈഡിൽ വരും. ദെൻ എൻഡിൽ ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എഴുതുക. ദെൻ ബാങ്ക് ബാലൻസ് ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എന്തായിരിക്കും, ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ബാങ്ക് ബാലൻസ് ഓപ്പണിംഗിൽ തന്നിട്ടില്ല എങ്കിൽ. സ്റ്റെപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും എഴുതുക, ഡെബിറ്റ് ചെയ്യുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ഉള്ളതെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എല്ലാ റവന്യൂ റെസിപ്റ്റുകളും ക്യാപിറ്റൽ റെസിപ്റ്റുകളും ഡെബിറ്റ് ചെയ്യുക. എല്ലാ റവന്യൂ പേയ്മെൻറ്റ്സുകളും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സുകളും ക്രെഡിറ്റ് ചെയ്യുക. നോൺ ക്യാഷ് ഐറ്റംസും റിസീവബിൾ ഇൻകംസും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ബാലൻസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇഫ് ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ക്രെഡിറ്റ് സൈഡ് ഇറ്റ് ഷോസ് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ്. ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത് എങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ബാലൻസ് എഴുതുക. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡിന് എപ്പോഴും എന്തായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ബാങ്കിന് ഡെബിറ്റ് ബാലൻസും ഉണ്ടാകാം, ക്രെഡിറ്റ് ബാലൻസും ഉണ്ടാകാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നത് എങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതുക. ദ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചർ. റവന്യൂ നേച്ചറുള്ളതും ക്യാപിറ്റൽ നേച്ചറുള്ളതും നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് ദ പീരീഡ് ടു വിച്ച് ദ ട്രാൻസാക്ഷൻ മേ ബി പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ഓർ ഫ്യൂച്ചർ ഇയർ വിൽ നോട്ട് ബി കൺസിഡർ. ഏത് ഇയറാന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാ ഇയറുള്ളതും നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്ലോസിങ്ങിൽ ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് ആൻഡ് ബാങ്കിൻ്റെ എമൗണ്ട് ബാലൻസിങ് ഫിഗർ ആയിരിക്കും. ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതുക.
From the following particulars of Gandhiji Club, prepare a receipt and payment account for the year ended 31st December 2020. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും തന്നിട്ടുണ്ട്. അത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് 2000, ക്യാഷ് അറ്റ് ബാങ്ക് 4300 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അത് ഡെബിറ്റ് സൈഡിൽ വരും. സബ്സ്ക്രിപ്ഷൻ ഡെബിറ്റ് സൈഡിൽ ഈ 3 എമൗണ്ട് 1500 പ്ലസ് 800 പ്ലസ് 2000 4300 ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഡെബിറ്റ് ചെയ്യുന്നു. ഗ്രാൻഡ് റിസീവ്ഡ് ഡെബിറ്റ് ചെയ്യുന്നു. ഡൊണേഷൻ റിസീവ്ഡ് ഡെബിറ്റ് ചെയ്യുന്നു. എൻട്രൻസ് ഫീ റിസീവ്ഡ് ഡെബിറ്റ് ചെയ്യുന്നു. ഹോൾ റൺ റിസീവ്ഡ് ആൻഡ് അഡ്മിഷൻ ഫീ റിസീവ്ഡ് ഡെബിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ റെസീപ്റ്റുകളാണ്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, ഇതൊക്കെ പേയ്മെൻറ്റ്സ് ആണ്. ഇത് ക്രെഡിറ്റ് സൈഡിൽ വരും. റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസസ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഇതൊക്കെ പേയ്മെൻറ്റുകളാണ്. ഇത് ക്രെഡിറ്റ് സൈഡിൽ വരും. ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് 2000 4300 ആണ്. ആ ഈ ഒരു എമൗണ്ട് നമ്മൾ എഴുതി. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 വർഷത്തെ എമൗണ്ടുകളും എഴുതിയിട്ട് ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. 1500 പ്ലസ് 800 പ്ലസ് 2000 4300 എന്നുള്ള എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. ദെൻ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഗ്രാൻഡ്സ് റിസീവ്ഡ്, ഡൊണേഷൻ റിസീവ്ഡ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ റിസീവ്ഡ്, ഹോൾ റൺ റിസീവ്ഡ്, അഡ്മിഷൻ ഫീ റിസീവ്ഡ്, അതൊക്കെ റെസീപ്റ്റുകളാണ്. അത് ഡെബിറ്റ് ചെയ്തു. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസസ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഇതൊക്കെ പേയ്മെൻറ്റ്സ് ആണ്. എക്സ്പെൻസുകളും പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റും നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അത് പേയ്മെൻറ്റ് കോളത്തിൽ എഴുതുക. അതിനുശേഷം ബാലൻസ് ക്യാരി ഡൗൺ. ക്വസ്റ്റ്യനിൽ എൻഡിൽ നോക്കുക. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട് 500. ആ 500 ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ 500 എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഓപ്പണിങ്ങിൽ ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിങ്ങിൽ തന്നിട്ടില്ല. അപ്പം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ ഈ ഒരു എമൗണ്ട് എഴുതുന്നു. ബാലൻസ് ചെയ്യേണ്ടത് അറിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ഏതാണോ കൂടുതലുള്ളത് അത് രണ്ടിൻ്റെയും ടോട്ടലായിട്ട് എഴുതുക. അതിൽ നിന്ന് ഇപ്പം ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ഈ ഡെബിറ്റ്